ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു മലബാർ സ്പെഷ്യൽ ഉപ്പിലിട്ടതാണ് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. ഉപ്പിലിട്ടത് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒന്നാണ് ഉപ്പിലിട്ടത്. സാധാരണയായി ഇത് ബീച്ചുകളിലും വഴിവക്കിലുമൊക്കെ ഇഷ്ടം പോലെ കാണാറുണ്ടെങ്കിലും ഇത് എത്രത്തോളം വൃത്തിയിലാണ് ഇത് തയ്യാറാക്കുന്നത് എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെയിടങ്ങളിൽ നിന്ന് വാങ്ങി കഴിക്കാതിരിക്കലാണ് നല്ലത്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീടുകളിലും തയ്യാറാക്കുവാൻ സാധിക്കും. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഇതിനായി ഞാൻ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ ഇതുപോലെ തൊലി കളഞ്ഞ് നീളത്തിൽ ചെത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് മാങ്ങയാണ്. മാങ്ങയും അതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ചൗചൗ എന്ന് പറയും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പച്ചക്കറി കടകൾക്കിൽ ഇതുപോലെ സുലഭമായി ലഭിക്കുന്ന ഒന്നാണിത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നെല്ലിക്കയാണ്. ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് തന്നെ വഴിവക്കിലൊക്കെ ധാരാളമായി കാണുന്നുണ്ട്. ഇത് കത്തി കൊണ്ട് ഒന്ന് വരഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് ഉപ്പും മുളകുമൊക്കെ പിടിക്കുന്നതാണ്. പിന്നെ ബീട്രൂട്ട് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തത്. ക്യാരറ്റും അതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുക. എരിവിനായി ഞാനിവിടെ കാന്താരി മുളകാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് പച്ചമുളകും വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിത് ഇതുപോലുള്ള ഗ്ലാസ് ബോട്ടിലുകളിലാണ് ഇട്ട് വെക്കാൻ പോകുന്നത്. വിനാഗിരി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കഴിവതും ഒഴിവാക്കുക. ഇനി നമുക്ക് ഈ ബോട്ടിലേക്ക് ഓരോ കഷ്ണങ്ങൾ അടുക്കി വെക്കുക. അങ്ങനെ നെല്ലിക്കയും മാങ്ങയും ബീട്രൂട്ടും ക്യാരറ്റും ചൗചൗ പൈനാപ്പിൾ അങ്ങനെ എല്ലാം ഓരോ ബോട്ടിലാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിക്കുന്നതിനായി ഒരു 5 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3-4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് ഓരോ കുപ്പികളിലേക്കും കുറേശ്ശെ കാന്താരി മുളക് ഇട്ട് കൊടുക്കാം. നെല്ലിക്കയുടെ ഭരണിയിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്ക് ഈ ഒരു കപ്പ് ഉപയോഗിച്ച് ഈ വെള്ളം ഇതിലേക്കെല്ലാം ഒഴിച്ചു കൊടുക്കാം. എല്ലാ കഷ്ണങ്ങളും മൂടി വരുന്നത് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ എല്ലാ ഭരണികളിലും നമ്മൾ മുഴുവനായി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് അടച്ച് വെച്ച് ഒരു 2 ദിവസത്തിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവരും ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റിയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.